ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് മാനിക് JC ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഇന്ന് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഓണം എക്സാം അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഓണം എക്സാമിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പരിചയപ്പെടുത്തണം. നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. സോ സോഷ്യൽ സയൻസിനകത്ത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, പ്ലസ് എന്തുകൂടിയുണ്ട് ആൻസേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. സോ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. റെഡി സെറ്റ് അല്ലേ? സോ നോക്കണേ, ആദ്യം തന്നെ പറയാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററും പിന്നെ വരുന്നത് ഫോർത്ത് ചാപ്റ്റർ, നാലാമത്തെ ചാപ്റ്റർ ഉണ്ട് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ. അതിനു മുമ്പ് മക്കൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്കൊന്നും ചേരാത്ത മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അടിപൊളി കിഡിലൻ ബാച്ച് ആണ് സൈലത്തിന്റെ യോധ ബാച്ച് എന്ന് പറയുന്നത്. സോ യോധ ബാച്ചിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 99540080 എന്ന് പറഞ്ഞ നമ്മളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. യെസ്, റെഡി അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, റെഡി. സോ ഒന്നാമത് നോക്കണേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ. അപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടത് ഈ ഫേമസ് ആയിട്ടുള്ള എക്കണോമിക് തിങ്കേഴ്സും പിന്നെ അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ് ഇപ്പുറത്ത് കൊടുത്തത്. എന്നിട്ട് അതിൽ കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യണം, അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് കൃത്യമായിട്ട് അത് കണ്ടെത്താനാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് അതിന്റെ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഒന്ന് ഡേവിഡ് റിക്കാർഡോ, ജെ ഷൂംപീറ്റർ, ദാദാഭായ് നവറോജി, കാൾ മാക്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഡേവിഡ് റിക്കാർഡോ ഉണ്ട്, ജെ ഷൂംപീറ്റർ ഉണ്ട്, ദാദാഭായ് നവറോജി ഉണ്ട്, കാൾ മാക്സ് ഉണ്ട്. എന്നിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡേവിഡ് റിക്കാർഡോയുടേതാണ് ഇത് മക്കളെ ഈ പറയുന്ന തിയറി ഓഫ് റെന്റ് ആണ് എന്നാണ് അറിയാം അല്ലേ? അപ്പോൾ ഈ പറയുന്ന മക്കൾസെ നിങ്ങൾ നോക്കിയോളൂ, എ എന്ന് പറഞ്ഞാൽ 3 ഡേവിഡ് റിക്കാർഡോ പാട്ട സിദ്ധാന്തമാണ്. അപ്പോൾ നമുക്ക് നോക്കണം A3 ഉള്ളത് ഏതാണ്. നിങ്ങൾ നോക്കൂ, എല്ലാത്തിലും ഈ ആദ്യത്തെ ABC ഒക്കെ A3 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യണം, പിടിക്കണം. അടുത്ത നോക്കണേ, JA ഷൂംപീറ്ററിന്റെ എന്താണ്? JA ഷൂംപീറ്ററിനാണ് സൃഷ്ടിപരമായിട്ടുള്ള സൃഷ്ടിപരമായ നാശമാണ് അദ്ദേഹത്തിന്റെ അല്ലേ. ഈ പറഞ്ഞ JM ഷൂംപീറ്ററിന്റെ ആണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ മക്കളെ നോക്കൂ, A3ഉം B4 ഉള്ളത് ഏതെങ്കിലും ഉണ്ടോ? യെസ്, ഉണ്ട്. നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. C അതാണ് A3, അതുപോലെ തന്നെ B4. ഓക്കെ, ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നോക്കാം. C2 ആണോ, അതുപോലെ തന്നെ D1 ആണോ? C എന്ന് പറഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്, അദ്ദേഹത്തിന്റെ 2 നമുക്കറിയാം ചോർച്ച സിദ്ധാന്തമാണ്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കാൾ മാക്സിന്റെ ആണ് ഇത് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയുന്നതാണ് ഓപ്ഷൻ ഏതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കൂ മക്കളെ, നിങ്ങൾ നോക്കിയോളൂ, ദാദാഭായ് നവറോജി ആണെങ്കിൽ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കണം. ദാദാഭായ് നവറോജി ആണെങ്കിൽ ചോർച്ച സിദ്ധാന്തം, യെസ്. കാൾ മാക്സ് ആണെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ C ആണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ, ഇത് എത്ര മാർക്കിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1 മാർക്കിനാണ് ചോദിക്കുക കേട്ടോ. 1 മാർക്കിനാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളത്. ഓക്കെ, റെഡി സെറ്റ് അല്ലേ? അപ്പോൾ മക്കളെ നിർബന്ധമായിട്ടും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള എക്കണോമിക് തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ചാർട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. എക്കണോമിക് തിങ്കേഴ്സ്, അതേപോലെ തന്നെ അതേ ബേസിക് ഐഡിയാസ് ഒക്കെ നമ്മളിതൊക്കെ കോഡുകളും ട്രിക്സുകളും വെച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട. കോഡുകളും ട്രിക്സുകളും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ യോധയിലൊക്കെ ഉള്ള ക്ലാസ്സിലൊക്കെ ഉള്ള മക്കളോട് ചോദിച്ചാൽ അറിയാം, അവരൊക്കെ സിമ്പിളായിട്ട് കോഡുകൾ ട്രിക്കുകളിലൂടെയാണ് ഇവർ ഓരോ ആൾക്കാരെയും ചെയ്തത് പഠിച്ചത്. അല്ല നമ്മളിങ്ങനെ തലപുകയേണ്ട ഒരു ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് അത് പഠിച്ചതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ നോക്കിയോളൂ. ഇതിലിപ്പോൾ എടുക്കുകയാണെങ്കിൽ നോക്കിയോളൂ, ആൽഫ്രഡ് മാർഷൽ. ഓർക്കാം, ആൽഫ്രഡ് മാർഷൽ അല്ലേ? മാർഷൽ നമ്മൾ മാഷി നിർക്കുക. മാർഷ് എന്ന് പറയുമ്പോൾ മാഷി എന്നറിയാം. മാഷി കിട്ടൂലേ? മാഷിമാരെന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, വെൽഫെയർ എക്കണോമിക്സ്, ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നോക്കിയോ, ആൽഫ്രഡ് മാർഷൽ, നമുക്ക് മാഷി എന്ന് പറയാം കേട്ടോ. ആൽഫ്രഡ് മാർഷൽ അല്ലെങ്കിൽ മാഷി എന്ന് എന്ത് ചെയ്യുക, നമ്മൾ എഴുതുക. അപ്പോൾ മാഷി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേമത്തിന് വേണ്ടി, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. കിട്ടും. ഇനി നോക്കിയോട്ടോ, ഡേവിഡ് റിക്കാർഡോ. എന്താ മക്കളെ നമ്മൾ റെക്കോർഡ് ചെയ്യൽ എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? റെക്കോർഡ് ചെയ്യൽ എന്താണ്? സാധാരണ പാട്ടാണ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. പാട്ട സിദ്ധാന്തം കണ്ടില്ലേ, പാട്ടാണ് റെക്കോർഡ് ചെയ്യുക. സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള കോഡുകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ മക്കൾ എന്ത് ചെയ്യുക, ഇതൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക. അതുപോലെ തന്നെ യോധയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ മാക്സിമം എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഇതൊക്കെ യോധയിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നതാണ്. ഇനി മക്കൾ ശ്രദ്ധിക്കണം, അടുത്ത നമുക്ക് കാണേണ്ടത് ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിയത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്.
കുറച്ച് ഹിന്റുകൾ നമുക്ക് തരുന്നു, എന്നിട്ട് അതിന്റെ ആളെ നമ്മൾ കണ്ടെത്താനാണ് ചോദിച്ചത്. ഐഡന്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഹിൻസ് ഗിവൺ ബിലോ, അല്ലെ, അതായത് താഴെ തന്നിരിക്കുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പൊ അതിൽ വന്നത് ഫൈറ്റ് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്, മഹിളാ സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ശാരദാ സദൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദി റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോ, അല്ലെ, അതായത് ബാലവിവാഹത്തിനെതിരെ പോരാടി ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചു, വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി ശാരദാ സദൻ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. ഇതാണ് അവിടെ എന്ത് ചെയ്യുന്നത് കൊടുത്തത്. അപ്പൊ നമ്മൾ ആ വ്യക്തിയെ എന്ത് ചെയ്യണം, അറിയണം. നമുക്കറിയാം ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ പണ്ഡിത രമാഭായി ആണ്. പണ്ഡിത രമാഭായിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അവരാണ് ഈ പറയുന്ന ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത്, അവരാണ് ശാരദാ സദൻ ഒക്കെ അവരാണ് സ്ഥാപിച്ചത്. ഈ പറയുന്ന പണ്ഡിത രമാഭായി ആണ്. അപ്പൊ സോഷ്യൽ റിഫോമേഴ്സിൽ നമ്മൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട ഒരാളാണ് ആര്, പണ്ഡിത രമാഭായി. അവരുടെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം മക്കളെ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളൂ കേട്ടോ. റെഡി. അത് കഴിഞ്ഞാൽ അടുത്ത മക്കളെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണം. അതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ വൈസ്രോയ് who partitioned Bengal. ഹൗ ഡിഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ സ്ട്രെങ്തൻ ദ സ്വദേശി മൂവ്മെന്റ്? മക്കളെ, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? വൈസ്രോയി ആരാണെന്ന് എഴുതണം. ആ ബംഗാൾ വിഭജനം എങ്ങനെയാണ് ഇതേപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തിയത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ നമുക്കറിയാം 1905 ഒക്ടോബർ 16 നമ്മുടെ പ്രധാനപ്പെട്ട ബംഗാളിനെ 2 ഭാഗങ്ങളായിട്ട് മുറിക്കുന്നത്. കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു, അല്ലെ, മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, മുറിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഈ പറഞ്ഞ കിഴക്കൻ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിംസ് മെജോറിറ്റി ഏരിയയുള്ള ഏരിയയാണ് ഈ പറഞ്ഞ കിഴക്കൻ ബംഗാളായിട്ട് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ഇവർ മുറിച്ചത്, അല്ലെ, ആര്, ബ്രിട്ടീഷുകാർ മുറിച്ചത്. അപ്പൊ ഇവിടെ മുസ്ലിംസ് മെജോറിറ്റി ഉള്ള ഏരിയ, അതേപോലെ തന്നെ ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ മെജോറിറ്റി ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ഇത് ഈ വെസ്റ്റ് ബംഗാൾ. ഈ ഒരു ഏരിയ ആരായിരുന്നു, ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിലോ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, കറക്റ്റായിട്ടും മതപരമായിട്ടുള്ള ഒരു മുറിവ് തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നടത്തിയ വ്യക്തി ആരാന്ന് വെച്ചാൽ അതാണ് ലോർഡ് കേഴ്സൺ. അന്നത്തെ വൈസ്രോയി ആണ്, അന്നത്തെ പ്രധാനപ്പെട്ട വൈസ്രോയുടെ പേരാണ് ലോർഡ് കേഴ്സൺ. കേഴ്സൺ പ്രഭുവാണ് എന്ത് ചെയ്തത്, ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആണല്ലോ. ഇനി ഇതിനെ തുടർന്ന് എന്തൊക്കെ നമുക്ക് നടന്നു നിങ്ങൾ നോക്കൂ. ഇതിനെ തുടർന്ന് ഒക്ടോബർ 16 1905 ഇതേപോലെ തന്നെ എന്താണ്, ദ പാർട്ടീഷൻ വാസ് എഫക്റ്റഡ്, ദ മോറിംഗ് വാസ് ഒബ്സർവ്ഡ് ത്രൂ ദ ബംഗാൾ. ബംഗാളിൽ ഉടനീളം അന്ന് ഇതുപോലെ തന്നെ ദുഃഖാചരണം എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ അവർ നടത്തി. അതുപോലെ തന്നെ ഹർത്താൽ വാസ് ഒബ്സർവ്ഡ് ഇൻ കൽക്കട്ടയിൽ അന്ന് ഹർത്താൽ ആരംഭിച്ചു. അതേപോലെ തന്നെ നോക്ക്, പീപ്പിൾ ഗാദേർഡ് ആൻഡ് സിംഗിങ് ദ പാട്രിയോട്ടിക് സോങ് അമർ സോണാർ ബംഗ്ല കമ്പോസ്ഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ. അതായത് രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ച അമർ സോണാർ ബംഗ്ല പാടിക്കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു, തെരുവിലിറങ്ങി. അതേപോലെ തന്നെ മക്കളെ, ഇത്തരത്തിലേക്കുള്ള ഈ പ്രൊട്ടസ്റ്റുകളാണ് ഇതൊരു മാസീവ് സ്ട്രൈക്കായിട്ട് മാറുകയാണ്. അതാണ് സ്വദേശി മൂവ്മെന്റ്. അപ്പോൾ ഓർത്തു വെച്ചോ, ഈ ഒരു പ്രസ്ഥാനമാണ് പിന്നീട് എന്തായി മാറിയത്, സ്വദേശി പ്രസ്ഥാനമായി, സ്വദേശി സമരമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത് ഈ ഒരു സമരമാണ്. അപ്പോൾ മക്കളെ, നിർബന്ധമായിട്ട് ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. അപ്പോൾ നോക്കൂ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനത്തിനെ എങ്ങനെ ശക്തിപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബംഗാൾ വിഭജനമാണ് ഓർത്തു വെച്ചോളണേ. ഈ പറയുന്ന ബംഗാൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഓർത്തു വെച്ചോളണം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഈസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് സ്വദേശി മൂവ്മെന്റ്. ഓർത്തു വെച്ചോളണേ, സ്വദേശി മൂവ്മെന്റ്. മക്കളെ, സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് നയിച്ചത്, ഇന്ത്യക്കകത്ത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിലേക്ക് നയിച്ചത് ആരാണ്, ഈ പറഞ്ഞ ബംഗാൾ വിഭജനമാണ്. അപ്പോൾ ഓർത്തു വെച്ചോ, ബംഗാളിനെ വിഭജിച്ചത് ബംഗാൾ വിഭജനമാണ് ഏതിലേക്ക് നയിച്ചത്, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിലേക്ക് നയിച്ചത് കേട്ടോ. ഇത് ഓർത്തു വെച്ചോളാം. യെസ്, റെഡി, ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? ഇനി അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. യെസ്, റെഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ മക്കളെ, സമകാലിക ഇന്ത്യയിൽ ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞത് കേട്ടോ. ഈ പറഞ്ഞ ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സിനെ കുറിച്ചാണ് അടുത്തത് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഗാന്ധിയൻ സാമ്പത്തിക ചിന്ത അല്ലെങ്കിൽ ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് നമ്മളത് പറഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഗാന്ധിയുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി. ഗാന്ധിജി സെൽഫ് സഫീഷ്യന്റ് ആണ്, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ സെൽഫ് സഫീഷ്യന്റ് ആണ്, സ്വയം പര്യാപ്തതയായിരുന്നു ഗാന്ധിജിയുടെ മെയിൻ. പിന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളാണ്. അപ്പോൾ ഗ്രാമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഗ്രാമങ്ങളിലുള്ള ഈ പറയുന്ന റൂറൽ മാർക്കറ്റ്സിന് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ്സിന് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കണം, അദ്ദേഹം ഒരു സോഷ്യൽ ജസ്റ്റിസ് ഇതുപോലെ തന്നെ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്, ഗാന്ധിജി. ഇത്രയും നിങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ ഈ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. അത് നോക്കിയോളൂ. അത് സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ, പ്രാദേശികമായിട്ടുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ, ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു, അല്ലേ? അതാണ് ഈ പറയുന്ന രണ്ടാമത്തത്.
മൂന്നാമത്തത് പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തണം എന്ന് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. നാലാമത്തത് സാമൂഹിക നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കാൻ ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, അദ്ദേഹം മെയിനായിട്ടും സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസ് ബേസ്ഡ് ആയിട്ടുള്ള എക്കോണമിക്കാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. റൂറൽ ഇൻഡസ്ട്രിക്ക് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. ലോക്കൽ മാർക്കറ്റ്സിന് അദ്ദേഹം എന്ത് ചെയ്യാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ ജസ്റ്റിസിന് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ലൈഫ് കിട്ടിയാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾ കണ്ടത്, എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ സ്ട്രെങ്തനിങ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിൻസ്, എക്കണോമിക് പോളിസി, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. മക്കളെ, ഈ താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ദേശീയത ശക്തിപ്പെടാൻ കാരണമായ സാഹചര്യങ്ങൾ വിശദീകരിക്കുക എന്നാണ്. അതായത് മക്കളെ, സാമ്പത്തിക നയത്തിനെ കുറിച്ചും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കകത്ത് സാമ്പത്തിക വിദ്യ നിങ്ങൾക്കറിയാലോ ഈ പറയുന്ന ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ പോവേർട്ടി സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്ത അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മുമ്പിൽ അറിയിച്ച ആളാണ് ആര്, നമ്മുടെ ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് ഡ്രെയിൻ തിയറി. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമുണ്ടല്ലേ, ചോർച്ചാ സിദ്ധാന്തം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. അത് അദ്ദേഹം കൊണ്ടുവന്നത് ഏത് പുസ്തകത്തിനകത്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആ പുസ്തകത്തിന്റെ പേര് നമുക്കറിയാം, ദ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിനകത്താണ് അദ്ദേഹം ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. അതിനകത്ത് അദ്ദേഹം കൊണ്ടുവരുന്നതാണ് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറിയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് കേട്ടോ. ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം, ബ്രിട്ടീഷുകാർ സമ്പത്ത് കൊള്ളയടിച്ചു എന്നുള്ളതാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത് മുഴുവനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ എക്കണോമിക് പോളിസിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ്, പാശ്ചാത്യ വിദ്യാഭ്യാസമാണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇതുപോലെ തന്നെ നമുക്ക് ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രിട്ടീഷുകാർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് ജനങ്ങൾ എന്ത് ചെയ്തു ബോധവാന്മാരായി എന്നുള്ളതാണ്. ഡെമോക്രസിയെക്കുറിച്ച്, അതേപോലെ തന്നെ ഇഗാലിറ്റേറിയൻ, ഇതുപോലെ തന്നെ ഈക്വൽ ജസ്റ്റിസ്, സയന്റിഫിക് ടെമ്പർ, സിവിൽ റൈറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായി. അതേപോലെ തന്നെ ഇന്ത്യക്കാർ ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയില്ലേ. ഇതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഇംഗ്ലീഷ് ബിക്കം ദ കോമൺ ലാംഗ്വേജ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് അല്ലെ. അന്നത്തെ കാലത്ത് ഒരു പൊതുഭാഷയായിട്ട് ഈ പറയുന്ന ആശയങ്ങളൊക്കെ കൈമാറുള്ള ഒരു പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് എന്ത് ചെയ്തു മാറുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് എന്ത് ചെയ്തു സഹായിച്ചു എന്നുള്ളതാണ്. ഈ സോഷ്യൽ വീക്ക്നെസ്, എക്കണോമിക് വീക്ക്നെസ് ഒക്കെ തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്തു സ്വാധീനിച്ചു. ഇത്രയാണ് അതിൽ എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ എക്കണോമിക് പോളിസിയുമാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓർത്ത് വെച്ചോളണേ, റെഡി. ഇനി അത് കഴിഞ്ഞാൽ മക്കൾ ചെയ്താൽ നോക്കിയോളൂ, ലാസ്റ്റ് ഇതിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ വന്നത് 4 മാർക്കാണെങ്കിൽ ഇനിയുള്ളത് 5 മാർക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള രാജാറാം മോഹൻ റോയെ കുറിച്ചാണ്. നോക്കൂ, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയാണ്. രാജാറാം മോഹൻ റോയ് നടത്തിയ പ്രവർത്തനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മേജർ ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്, രാജാറാം മോഹൻ റോയ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, സിമ്പിൾ ആയിട്ട് ഇതുപോലെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഈ പറയുന്ന സിമ്പിൾസ് ആണ് നോക്കിയോളൂ. ഒരു ഭാഗത്ത് രാജാറാം മോഹൻ റോയ് ചില സാധനങ്ങൾ എന്ത് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തു, ചില സാധനങ്ങൾ എന്ത് ചെയ്തു എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുണ്ട്, ചില സാധനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, ചില സാധനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്, ചിലത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓർത്തിച്ചാൽ മതി. ഇത് ഓർത്താൽ എന്ത് ചെയ്തു കിട്ടും. അപ്പോൾ ചില സാധനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു സ്ഥാപിച്ചു, ചിലത് എന്ത് ചെയ്തു സ്ഥാപിച്ചു, ചിലത് എന്ത് ചെയ്തു അദ്ദേഹം ഇതേപോലെ തന്നെ എതിർത്തു. അത് നോക്കിയാൽ മതി. അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും. സ്ഥാപിച്ച എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്കൂൾ സ്ഥാപിച്ചു. എന്തൊക്കെ സ്ഥാപിച്ചു? സ്കൂൾ. ഓർത്ത് വെച്ചോടെ, ഇതാ നോക്കിയോടെ, സ്കൂൾസ് സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രഹ്മ സമാജ്, അദ്ദേഹം ഈ പറഞ്ഞ ബ്രഹ്മ സമാജ് എന്ത് ചെയ്തു സ്ഥാപിച്ചു. ബ്രഹ്മ സമാജ് എന്ത് ചെയ്തു സ്ഥാപിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം അന്ന് ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് ഫോർ വിമൺ, പ്രോപ്പർട്ടി റൈറ്റ്സ് ആർക്ക്? ഈ പറയുന്ന വിമണിന് വേണ്ടി. ഇനി അദ്ദേഹം എന്തൊക്കെ ഇതുപോലെ തന്നെ റെഡി. ഇനി അദ്ദേഹം എന്ത് എതിർത്തു? എന്തൊക്കെയാണ് അദ്ദേഹം എതിർത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സതി അദ്ദേഹം എതിർത്തു. അതേപോലെ തന്നെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഐഡൽട്രി അല്ലേ, ഈ പറയുന്ന ബഹുദൈവ ആരാധന, അതുപോലെ തന്നെ വിഗ്രഹാരാധന അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ട്. പോളിത്തിസത്തിനൊക്കെ എതിർത്തിട്ടുണ്ട്. പോളിത്തിസം, ബഹുദൈവ അവിശ്വാസത്തിനെയും ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട്. ഇത്രയും സാധനമേ ഉള്ളൂ. ഇത്ര സാധനങ്ങൾ പഠിച്ചാൽ മതി. അതാണ് താണ്ട് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 5 മാർക്സിനാണ്. രാജാറാം മോഹൻ റോയ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത്ര സാധനമേ പഠിക്കാനുള്ളൂ. റെഡി. സോ ഇത്രയാണ് നമുക്ക് ഇതിലെ പ്രീവിയസ് ഇയർ ആയിട്ട് 2 ചാപ്റ്ററിൽ വരാനുള്ളത്. ബാക്കി നമുക്ക് വരാനുണ്ട്. അതൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരും. അപ്പോൾ ഞാൻ മക്കളോട് പറയാനുള്ളത്,
യോധ ബാച്ച് മറക്കണ്ട. നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പഠിക്കുന്നതാണ് യോധ ബാച്ച് ഉള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കുക. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം ഒരു 3 പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ട്, യോധ ബാച്ചിനകത്ത് കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഓണം എക്സാം ആണ്, അത് സെറ്റ് ആകണം, ലെവലാകണം. ഞങ്ങൾ ഫുൾ ടീം കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ഒരു ആൻസർ കൂടി മക്കൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആരാണ് ശരിയുത്തരം പറയുന്നത് നോക്കാം. യെസ്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് മക്കൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, സോ മക്കളെ ബൈ ബൈ.